പെപ്ടോക്കിൽ ഇംഗ്ലീഷ് പരിശീലകൻ തോമസ് ടുഷേലിനെ കുറിച്ച് സംസാരിക്കുന്നത് ഫുട്ബോളറും പരിശീലകനുമായ എബിൻ റോസ് ആണ്. ഈ ലോകകപ്പിൽ നിന്ന് ഏറ്റവും അഗ്രസീവായിട്ടുള്ള ഒരു പരിശീലനമാണ് ടഷൽ. നമുക്ക് എടുത്തു പറയേണ്ട അദ്ദേഹത്തിന്റെ ഫോർമേഷൻ തന്നെ എന്ത് ഹൈ റിസ്ക് എടുത്തുകൊണ്ട് അവർ അഗ്രസീവ് ഫുട്ബോൾ കളിക്കുന്നതിനോടൊപ്പം തന്നെ ആ ഒരു ടീമിനെ നിയന്ത്രിക്കുന്ന അദ്ദേഹത്തിന്റെ ശൈലി, ഭ്രാന്തമായ ഒരു ആവേശത്തോടുകൂടി കളിക്കാരെ നിയന്ത്രിക്കുന്ന, കളിക്കാരെ ഓർഗനൈസ് ചെയ്യുന്ന, അതിനോടൊപ്പം തന്നെ ഇംഗ്ലണ്ടിന് കപ്പ് നേടിക്കൊടുക്കുന്നത്. നമുക്കറിയാം ടീമിന്റെ ആ ഒരു എടുത്തപ്പോൾ തന്നെ ടീമിന്റെ ഒരു സെലക്ട് ചെയ്യുന്ന സമയത്ത് പോലും അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ചും അദ്ദേഹം നോക്കുക ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അടക്കം കളിച്ച് തളർന്ന മത്സരം നമുക്ക് ഫിൽഫോർഡിനെയും കോൾ പാമറിനെയും പോലുള്ള കളിക്കാരെ ഉപേക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ടീം ഡിക്ലെയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റേതായ റിസ്ക്, ആ ഒരു റിസ്ക് അദ്ദേഹം കളിക്കളത്തിലും കൊണ്ടുവരാറുണ്ട്. വളരെ അഗ്രസീവായിട്ടൊരു ഫുട്ബോൾ കളിക്കുന്നതിനോടൊപ്പം തന്നെ ശാരീരിക മികവിന് ഏറെ പ്രാധാന്യം കൊടുക്കുന്ന, വളരെയധികം കമ്മിറ്റഡ് ആയിട്ടുള്ള കളിക്കാർ കമ്മിറ്റായിട്ട് കളിക്കാനുള്ള അവസരം ഒരുക്കുന്ന ഫോർമേഷൻ പലപ്പോഴും അദ്ദേഹത്തിന് അതിനനുസരിച്ചുള്ള താരനിര ആണ് അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ടഷലിൻ്റെ ആ ഒരു കരുത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു അഗ്രസീവ്നെസ്സിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു അദ്ദേഹം കളിക്കാർക്ക് നൽകുന്ന മോട്ടിവേഷനിലൂടെ ഇംഗ്ലണ്ടിന് അല്ലെങ്കിൽ ഹാരി കെയ്നെ പോലൊരു കളിക്കാരന് അർഹതപ്പെട്ട ഒരു വേൾഡ് കപ്പ് നേടിക്കൊടുക്കാൻ ടഷലിന് സാധിക്കും എന്ന് തന്നെയാണ് ഇംഗ്ലണ്ട് പ്രതീക്ഷിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.